ഓണം എത്തിക്കഴിഞ്ഞു. ബേക്കറി ബീയുടേതായിട്ടുള്ള എന്തൊക്കെ പ്രൊഡക്റ്റുകളാണ് വിപണിയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്? ഓണത്തിന് നമുക്ക് എല്ലാ കൊല്ലമുള്ള മാതിരി തന്നെ ബനാന ചിപ്സ്, ശർക്കര ഉപ്പേരി, നാലുപ്പേരി, പിന്നെ പായസം. പാലട പായസമാണ് ഞങ്ങളൊരു മെയിനായിട്ടുള്ളൊരു സാധനം. അപ്പം പിന്നെ ഇതിൻ്റെ എല്ലാം ഹാമ്പേഴ്സ് ആയിട്ടുണ്ട്. നമുക്ക് ട്രയോ ഹാമ്പർ ഉണ്ട്, അതായത് അതിൻ്റെ അകത്ത് ബനാന ചിപ്സും ശർക്കര ഉപ്പേരിയും കേരള മിക്സറിൻ്റെ ഒരു പാക്കറ്റ് ആയിട്ടുള്ളൊരു ട്രയോ ഹാമ്പർ ഉണ്ട്. പിന്നെ നമുക്ക് ഓണ ഹാമ്പർ ഉണ്ട്, അതിൻ്റെ അകത്ത് ഒരു 5 പ്രോഡക്റ്റ്സ് ആയിട്ടുള്ള ഇതാണുള്ളത്. അപ്പോൾ അങ്ങനെ വേരിയസ് ഹാമ്പേഴ്സ് ഉണ്ട്. അത് ഗിഫ്റ്റിങ്ങിനൊക്കെ ഏറ്റവും കൂടുതൽ കോർപ്പറേറ്റ് ഗിഫ്റ്റിങ്ങിനും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഒരു കവറിൽ കുറേ സാധനങ്ങൾ കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലൊരു ഹാമ്പറായിട്ട് കൊടുക്കുക എന്നുള്ളൊരു ഓണക്കൊട്ട അങ്ങനത്തെ ഉള്ള ഇതാണ് ഉള്ളത് നമുക്ക് അതിനകത്ത്. അത് പല ബഡ്ജറ്റ്സിൽ 350 മുതൽ നമുക്ക് 1500 രൂപ വരെയുള്ള ഹാമ്പേഴ്സ് അവൈലബിൾ ആണ്. ഇതിൻ്റെ അകത്തെല്ലാം ഈ ഓണ ഐറ്റംസ് ആണ് ഉണ്ടാവുക. പുളിയിഞ്ചി, അച്ചാർ, പിന്നെ ബനാന ചിപ്സ്, ശർക്കര ഉപ്പേരി, കേരള മിക്സർ, അപ്പോൾ പഴം വറുത്തത്, അങ്ങനെയുള്ള സാധനങ്ങൾ കേരള ട്രഡീഷണൽ ഓണത്തിന് വരുന്ന ഐറ്റംസിൻ്റെ ഹാമ്പേഴ്സ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. പിന്നെ പാലട പായസവും പരിപ്പ് പായസവും ഉണ്ടാവും. ഓണത്തിൻ്റെ ആ 10 ദിവസം അത്തന്ന് മുതൽ നമുക്ക് പാലട പായസവും പരിപ്പ് പായസവും ഉണ്ടാവും. അത് ഏറ്റവും നല്ല പാലിൽ ട്രഡീഷണലായ രീതിയിൽ അട ചെയ്തിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ പാലട പായസം ചെയ്യുന്നത്. പരിപ്പ് പായസം അതുപോലെ തന്നെ. പാലട പായസം നല്ല പേരുള്ള പായസം ഞങ്ങളത്.